അമ്മിണിക്കുട്ടിയെ കാണാനില്ല എന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവൾ വന്നു കേട്ടോ. രണ്ടാമത്തെ ദിവസം അവൾ വന്നു. സാധാരണ അവൾ അങ്ങനെ പോവാത്തവളായതുകൊണ്ടാണ് അവൾ പോയി എന്ന് ഞാൻ വിചാരിച്ചത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു. അവിടെ കുറേ പാത്രങ്ങൾ കൊണ്ടുവരുന്ന ഒച്ചയും ബഹളവും രാത്രിയായപ്പോൾ വെടിക്കെട്ടും എന്തോ ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ കേട്ട് പേടിച്ചിട്ടായിരിക്കും ഇവളെപ്പോഴും അവിടെയാണല്ലോ പോയി ഇരിക്കാറുള്ളത്. അതുകൊണ്ടായിരിക്കും വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കുകയായിരിക്കും. അതെല്ലാം ഒന്ന് കഴിഞ്ഞപ്പോൾ സമാധാനമായപ്പോൾ അവൾ വന്നു. അപ്പോൾ അവൾ ഭക്ഷണമൊന്നും അധികം കഴിച്ചിട്ടുണ്ടായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഞാൻ പച്ചമീൻ കൊടുത്തു. കണ്ടോ, ഇലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ താഴെ ഇട്ടിട്ടേ കഴിക്കുള്ളൂ. ചില ആൾക്കാർ പറയും നിങ്ങൾ താഴെ ഇട്ട് കൊടുക്കരുത് എന്നൊക്കെ. എവിടെ ഇട്ട് കൊടുത്താലും അവർ വലിച്ച് താഴ്ത്തിക്കണം. പിന്നെ പച്ചമീൻ കൊടുക്കുമെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് കൊടുക്കാറ്? ഇവർക്ക് പച്ചമീനിലേ കൊടുക്കണേ, തലയെ കൊടുക്കുള്ളൂ. അതും മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കും. അവർ മണ്ണിൽ നിന്നൊക്കെ തപ്പി പിടിച്ചെടുത്താൽ കഴിക്കാറ്. ഇപ്പോഴും അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെന്താ പച്ചമീൻ കൊടുത്താൽ കുഴപ്പമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവരുടെ ഭക്ഷണം പച്ചമീനല്ലേ. ഇവർ നാടൻ പൂച്ചകളാണ് കേട്ടോ, പേർഷ്യൻ ക്യാറ്റൊന്നും അല്ല. ഒരു കമൻറ്റ് കണ്ടു വേവിച്ച് കൊടുക്കണം എന്നൊക്കെ. ഞാൻ വേവിച്ച് കൊടുക്കാറുണ്ട്. മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചാണ് ചോറിൻ്റെ ഒപ്പം കൊടുക്കുക. ഉപ്പുപൊടി ചേർക്കാറുമില്ല. ഉപ്പ് ചേർക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഇവർക്ക് അസുഖമായിട്ട് നേരത്തെ ഇവരല്ല വേറെ ആൾക്കാരെ കൊണ്ടുപോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും നല്ല വൃത്തിയായിട്ടും അവർക്ക് നന്നായിട്ടൊക്കെ തന്നെ കൊടുക്കാറ്. അവരെ പാത്രങ്ങളൊക്കെ എപ്പോഴും കഴുകി വൃത്തിയാക്കി വയ്ക്കും. ക്യാറ്റ് ഫുഡൊക്കെ കൊടുക്കണ പാത്രം കഴുകി വൃത്തിയാക്കി വയ്ക്കും. എല്ലാം അങ്ങനെ കേട്ടോ. അവരെ വെള്ളമൊക്കെ കൊടുക്കണ പാത്രമൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കാറ്. പുതിയ പുതിയ ഇലകൾ എല്ലാ ദിവസവും എടുക്കും, എന്നിട്ടാണ് അതിലിട്ട് കൊടുക്കാറ്. എന്തൊക്കെ ചെയ്താലും അവർ താഴെ ഇട്ട് കഴിക്കുന്നിട്ട് ഞാൻ അവിടെ കഴുകാൻ നിൽക്കണം. അങ്ങനെ അമ്മിണിക്കുട്ടി വന്നു, ആശ്വാസമായി എനിക്ക്.